soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. മാർപ്പാപ്പ ഈസ്റ്ററിന് മുമ്പ് ഏകദേശം ഒരു മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. ആ ദിവസങ്ങളിൽ മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ വീണ്ടും പിതാവ് ആരോഗ്യം പ്രാപിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ നമ്മളൊക്കെ ഏറെ സന്തോഷിച്ചു. എന്നാൽ അണയാൻ പോകുന്ന ഒരു തിരിയുടെ ആളിക്കത്തൽ പോലെയായിരുന്നു അത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്നിരുന്നാലും പിതാവ് യാത്രയായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ അല്പം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. മാർപ്പാപ്പയെ വളരെ അടുത്തറിയാനുള്ള പല സാഹചര്യങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. 2013 ഉപരിപഠനത്തിനായി റോമിൽ പോയത് മുതലാണ് മാർപ്പാപ്പയെ കൂടുതൽ അടുത്തറിയാനും മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിരീക്ഷിക്കാനുമൊക്കെ എനിക്ക് സാധിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2013 മാർച്ച് മാസത്തിലാണ്. അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം 2013 സെപ്റ്റംബറിലാണ് ഞാൻ റോമിൽ ഉപരിപഠനത്തിന് എത്തിച്ചേരുക. ആ സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ മാധ്യമങ്ങളുടെയും ലോകജന ശ്രദ്ധ മുഴുവനും പിടിച്ചുപറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാർപ്പാപ്പ അറിയപ്പെട്ട് കഴിഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ ലളിതമായ ശൈലികളും ഇന്നേവരെ സഭാ നേതൃത്വം കാണാത്ത തരത്തിലുള്ള പ്രവർത്തന രീതികളും ഒരുപാട് ജനങ്ങളെ ആകർഷിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തു. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഇത്രയും ജനക്കൂട്ടം അടുത്ത കാലത്തൊന്നും വത്തിക്കാനിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അസാധാരണമായ രീതിയിൽ ആ വ്യക്തിത്വം ലോകജന ശ്രദ്ധയെ ആകർഷിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒന്ന് കാണണമെന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക അദ്ദേഹത്തിൻ്റെ അസാധാരണമായ തുറവിയാണ്. പല വിഷയങ്ങളിലും സഭ സംസാരിക്കാനും അഡ്രസ്സ് ചെയ്യാനും മടിച്ചിരുന്ന പല വിഷയങ്ങളും മാർപ്പാപ്പ പൊതുജന സമക്ഷം സംസാരിക്കുകയും പ്രത്യേകിച്ച് വിവാഹവും അല്ലെങ്കിൽ സ്വർഗ അനുരാഗികളുടെ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മാർപ്പാപ്പ വളരെ കരുണയോടെ പരിഗണിക്കുകയൊക്കെ ചെയ്തു. പല വിഷയങ്ങളും മാർപ്പാപ്പ പരിഗണിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് മാർപ്പാപ്പയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും തുറവി കിട്ടുക? സാധാരണഗതിയിൽ ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ മനുഷ്യർ ശീലിച്ചു പോകുന്ന ചില പരമ്പരാഗത കാര്യങ്ങളോട് അനുനയപ്പെട്ട് ചേരുകയും അതിൽ നിന്ന് മാറി പുതിയ കാര്യങ്ങളോട് തുറവി കാണിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്യുന്നൊരു മനോഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാർപ്പാപ്പയായത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 76ാമത്തെ വയസ്സിലാണ്. 76 വയസ്സിലുള്ള മാർപ്പാപ്പ മനുഷ്യൻ സംസാരിക്കാനും പരസ്യമായി ചർച്ച ചെയ്യാനുമുള്ള പല വിഷയങ്ങളും തുറന്ന് സംസാരിക്കുകയും സഭ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള തീരുമാനങ്ങളിലേക്കും അല്ലെങ്കിൽ സഭ അല്പമെങ്കിലുമൊക്കെ ചിലപ്പോൾ അകറ്റി നിർത്തിയിരുന്ന സമൂഹങ്ങളെ കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു വിശാലത കാണിച്ചു. അപ്പോൾ അസാധാരണമായ തുറവി എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും 76-77 വയസ്സുള്ള മാർപ്പാപ്പയ്ക്ക് എങ്ങനെയാണ് ഈ തുറവി ലഭിക്കുക? എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞിരുന്ന ഉത്തരം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ പിതാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് വിമുഖത കാണിച്ചിരുന്ന പല വിഷയങ്ങളും തുറന്ന് സംസാരിക്കാനും ഉദാരമായ സമീപനങ്ങൾ കൈക്കൊള്ളാനും എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ട് എല്ലാവരോടും ഒപ്പം നടക്കാനുമുള്ള ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു തുറവി സഭയ്ക്ക് പ്രദാനം ചെയ്യാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചത്. മാർപ്പാപ്പയെ 3 പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം ഞാൻ അടുത്ത് കാണാൻ ഇടവന്നിട്ടുണ്ട് പല മീറ്റിങ്ങുകളിലും വെച്ച്. എന്നാൽ 3 പ്രാവശ്യം വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
അപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മാർപ്പാപ്പയുടെ അടുത്ത് ചിലവഴിച്ചത്. പക്ഷേ ആ ചിലവഴിച്ച മിനിറ്റുകൾ ഒരു ദിവ്യമായ ഒരു വ്യക്തിത്വം, ഒരു ഡിവൈൻ ലൈറ്റ് കണ്ടുമുട്ടുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. ആ ഡിവൈൻ ലൈറ്റ് എനിക്ക് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. മാർപ്പാപ്പയെ കണ്ടുമുട്ടിയ ഒരുപാട് മനുഷ്യർക്ക്, മാർപ്പാപ്പയെ ശ്രമിച്ച ഒരുപാട് പേർക്ക് ആ ഒരു ദൈവികമായ ചൈതന്യം കൈമാറുന്ന ഒരു വ്യക്തിത്വം മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. സഭയുടെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക്, സമൂഹത്തിൻ്റെ ഇരുളടഞ്ഞ മേഖലകളിലേക്കൊക്കെ ആ ദൈവികമായ ചൈതന്യത്തെ പകർന്നു കൊടുക്കാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ വളരെ സരസനായിരുന്നു മാർപ്പാപ്പ പല സാഹചര്യങ്ങളിലും. ഞാൻ ഓർക്കുന്നു, ഞാൻ റോമിൽ കാനൻ ലോയാണ് പഠിച്ചത്. ഒരു മീറ്റിംഗ് റോമിലെ അധ്യാപകരും കാനൻ ലോ പഠിപ്പിക്കുന്ന അധ്യാപകരും അത് കാനൻ ലോ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതിലെ അവസാനം മാർപ്പാപ്പയുമായിട്ടൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർപ്പാപ്പ അഡ്രസ്സ് ചെയ്ത സമയത്ത്, ഞങ്ങളെല്ലാവരും കണ്ട സമയത്ത് മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാനിത് ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ പറയുകയാണ്. അല്ലോറ കാനനിസ്തി സപ്പേത്തെ റുബാരെ സെൻസ പെക്കാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനൻ നിയമ വിദഗ്ധരെ, പാപം ചെയ്യാതെ മോഷ്ടിക്കാൻ അറിയാവുന്നവരാണല്ലോ നിങ്ങൾ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അദ്ദേഹം വളരെ സരസമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ വളരെ സരസമായിട്ട് മനുഷ്യരുടെ ഇടപഴകുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, അതിനോടൊപ്പം എന്നെ സ്വാധീനിച്ച മറ്റൊരു കാര്യം ഈ സുവിശേഷത്തോടുള്ള മാർപ്പാപ്പയുടെ സ്നേഹമാണ്. സഭയുടെ ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെൻറ്റുകളിലാണ്. അതുവരെ മാർപ്പാപ്പമാരെല്ലാം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡോക്യുമെൻറ്റുകൾ എഴുതി. പക്ഷേ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ കണ്ടൊരു കാര്യം, ഒരു കാര്യം ഡോക്യുമെൻ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഹൃദയത്തിലുള്ള കാര്യം ജനങ്ങളോട് തുറന്ന് അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ അത് മാധ്യമങ്ങളോടാകട്ടെ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളോടാകട്ടെ. ഞാൻ പല മീറ്റിങ്ങുകളിലും കണ്ടിരുന്നൊരു കാര്യമാണ്, മാർപ്പാപ്പ എഴുതി തയ്യാറാക്കിയ പേപ്പറുകളുമായിട്ട് വരുന്നു, അതിൽ നോക്കി വായിക്കാൻ ആരംഭിക്കുന്നു. ഏതാനും 1-2 പേജൊക്കെ കഴിയുമ്പോൾ മാർപ്പാപ്പ പിന്നെ ഈ പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്ന് സംസാരിക്കുന്ന ഒരു പരിശുദ്ധ പിതാവിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണത്. കുറേ കൂടെ തൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് സുവിശേഷത്തിൽ എന്ത് പറയുന്നുവോ, ഡോക്യുമെൻറ്റുകളെക്കാൾ ഉപരി ക്രിസ്തു എന്ത് പഠിപ്പിച്ചുവോ അതിനെ ആധികാരികമാക്കി സുവിശേഷത്തെ സഭയുടെ മധ്യത്തിലേക്ക് ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുക മാർപ്പാപ്പ ഒരുപാട് കാര്യങ്ങളിൽ ഈ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ പിതാവ് ഒരുപാട് പുതിയ തുറവിയുടെ മേഖലകൾ സഭയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുക. നമുക്ക് പിതാവിനെ യാത്രയാക്കാം, പിതാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ദുഃഖത്തോട് ചേർന്ന് പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിലുള്ള ദുഃഖം ഞാനും പങ്കിടുന്നു. എല്ലാ അനുശോചനങ്ങളും നമ്മൾ പരസ്പരം കൈമാറുന്നു. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാരോടൊപ്പമായിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.